എൻ്റെ പേര് ദേവദാസ്. എല്ലാവരും വളരെ സ്നേഹത്തോടെ ദാസൻ എന്നാണ് എന്നെ വിളിക്കാറ്. എൻ്റെ പേര് മിനു. ഞങ്ങൾ രണ്ടുപേരും വല്ലപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ ടീച്ചേഴ്സാണ്. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ താമസിക്കുന്നത് മുളയങ്കാവിനടുത്തുള്ള കുലുക്കല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. വളരെ നാളുകളായിട്ട് ഞങ്ങളുള്ളിൽ കൊണ്ടു നടന്ന ഒരു സ്വപ്നമായിരുന്നു ഒരു വീട് എന്നുള്ളത്. ആ വീട് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഞങ്ങൾ കുറേ നാളുകൾ പലരുമായിട്ട് ഇങ്ങനെ ആലോചിച്ചു. അവസാനം ഞങ്ങൾ എത്തിപ്പെട്ടത് ബിയാർഡ്സ് എന്ന് പറയുന്ന ഒരു ആർക്കിടെക്റ്റിൻ്റെ കീഴിലാണ്. പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബിബിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. ബിബിൻ ദിവസേന വന്ന് ഞങ്ങൾക്ക് ഈ വീടിൻ്റെ അവിടെ വന്ന് നിന്ന് ഇതിൻ്റെ പണികളോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലോ മുഴുവൻ ശ്രദ്ധ കൊടുക്കാൻ ഞങ്ങൾക്ക് സമയം ലഭിക്കില്ല, പ്രത്യേകിച്ച് അധ്യാപകരായതുകൊണ്ട്. അപ്പോൾ ബിബിൻ പറഞ്ഞു, ദാസേട്ടൻ ഒരു പേടിയും പേടിക്കേണ്ട, എങ്ങനെയാണോ എൻ്റെ വീട് ഞാൻ കെട്ടിപ്പോക്കുന്നത് അതുപോലെ തന്നെ ദാസേട്ടൻ്റെ വീടും ഞാൻ അങ്ങനെ ആക്കിത്തരും, അതിന് യാതൊരു സംശയവും ഇല്ല. ആ പറഞ്ഞത് വളരെയധികം യാഥാർത്ഥ്യമാക്കി തന്നു. ഞങ്ങൾ ആദ്യമായിട്ട് ബിബിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 കണ്ടീഷൻസ് ആയിരുന്നു. ഒന്ന്, നന്നായി വെളിച്ചവും കാറ്റും എല്ലാ സമയത്തും വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിൽ നല്ല വെളിച്ചവും വെന്റിലേഷൻ ഏറ്റവും നന്നായിട്ടുള്ള രീതിയിലായിരിക്കണം എന്നുള്ളത് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തേതായിട്ട് ഞങ്ങൾ പറഞ്ഞത്, കയറി വരുമ്പോൾ തന്നെ പൂജാമുറിയിലേക്കുള്ളൊരു ആക്സസ് ഉണ്ടാവുന്ന രീതിയിൽ പടിക്കൽ നമ്മുടെ ഗേറ്റ് തുറന്നിട്ടാൽ തന്നെ നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ പൂജാമുറിയിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ പൂജാമുറി ഉണ്ടാക്കി തരണം എന്നുള്ള ഒരു രണ്ട് ആശയങ്ങളാണ് ഞങ്ങൾ ബിബിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെല്ലാവരും വളരെ നന്നായിട്ട് തന്നെ അവരത് ചെയ്തു തന്നു. ഇവിടെ വീട് കാണാൻ വന്നവരും പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ വീടിൻ്റെ വെന്റിലേഷൻ, പിന്നെ പൂജാമുറി. വളരെ നല്ല അഭിപ്രായമാണ് ഇതിന് രണ്ടിനും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ വീടിൻ്റെ പാഷ്യോയിലാണ്. ഈ വീട്ടിലെ എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാണ്. അതിലുപരി ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് സ്ഥലത്തിനോടാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ പാഷ്യോ ആണ്. ഈ പാഷ്യോയിൽ വന്നിരിക്കുമ്പോൾ വളരെയധികം മനസ്സിനൊരു സമാധാനം തരുന്നൊരു ഏരിയയാണിത്. തുറസായൊരു സ്ഥലം, ഗാർഡൻ. അപ്പോൾ ഒരു വളരെയധികം മനോഹരമായിട്ട് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പാഷ്യോ. ഇത് ഞങ്ങളുടെ ഈ വീടിൻ്റെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഏരിയയിൽ ഒന്നാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഹട്ടല്ല, അത് ബാത്റൂമാണ്. പക്ഷെ അത് നമുക്കൊരിക്കലും ആ ഒരു ഫീല് തരാത്ത ഒരു നല്ല ഏരിയയാണ് അതും കൂടി. അപ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ അവിടെ ചെന്നിരിക്കാനും ഇവിടെ ഇരിക്കാനും, ഇവിടെ ഇരുന്നുകൊണ്ട് പ്രകൃതിയിലേക്ക് നോക്കി മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട്, കിളികളെയൊക്കെ കണ്ട് കുറേ നേരം സമയം ചെലവഴിക്കാനായിട്ട് ഇവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പാഷ്യോയിൽ ചെയ്തിട്ടുള്ള ലാൻഡ്സ്കേപ്പ് അതിമനോഹരം തന്നെയാണ്. അത് തൃശ്ശൂരിൽ നിന്നുള്ള ഒരു രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ബിബിൻ്റെ ഐഡിയോട് കൂടിയിട്ട് ചെയ്തു തന്നതാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ഈ ലാൻഡ്സ്കേപ്പ് ഈ വീടിനകത്ത് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ അകത്തും കുറേ ഇൻറ്റീരിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ അധികം പ്ലാൻസ് വീടിനകത്തും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്ന രീതിയിലാണ് അതിനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ പിന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ടത്, ഇതിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തിട്ടുള്ള ഹാരിസാണ്. ഹാരിസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഈ വീട് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ ഏറ്റവും അവസാനം വരെയും ഈ വീട്ടിൽ പണിയെടുത്ത, അതായത് നല്ല രീതിയിൽ അതിനെ ആക്കി കൊണ്ടുവരാനായിട്ട് ഒരു ദിവസം പോലും ഒഴിവില്ലാതെ ഇവിടെ ജോലി ചെയ്ത ഹാരിസിൻ്റെ ടീം അംഗങ്ങളും പ്രത്യേകം അവരെ എടുത്തു പറയേണ്ടതാണ്. അതുപോലെ ഈ വീട് ഇത്രയും മനോഹരമാക്കി മാറ്റാൻ ഏറ്റവും നന്നായി പ്രയത്നിച്ച ആളുകളിൽ ഒരാളാണ് പ്രവീൺ. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്തത് പ്രവീണാണ്. എല്ലാം നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും മാറ്റം വരുത്തേണ്ടതാണെങ്കിലും എല്ലാം
പ്രവീൺ എല്ലാ കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് നമ്മുടെയും കൂടി അഭിപ്രായം അനുസരിച്ചാണ് പ്രവീൺ ചെയ്തത്. അതും കുറേ പേര് പറഞ്ഞ ഒരു സംഗതിയായിരുന്നു, വളരെ നന്നായിട്ടുണ്ട് ഇന്റീരിയർ എന്ന് പറഞ്ഞത്. ഇവിടെയുള്ള ചുമരിന് കൊടുത്തിട്ടുള്ള പെയിന്റും അതുപോലെ കിച്ചൺ വളരെ നന്നായിട്ട് തന്നെ പ്രവീൺ ചെയ്തു തന്നിട്ടുണ്ട്. കിച്ചണോട് തൊട്ട് അടുത്ത് ചെയ്തിട്ടുള്ള വർക്ക് ഏരിയ എല്ലാം വളരെ പ്ലാൻഡായി വളരെ മനോഹരമായിട്ട് തന്നെ ഇന്റീരിയർ, ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്റീരിയറും കൂടിയാണ്. അതും വളരെ നന്നായിട്ട് തന്നെ പ്രവീൺ ചെയ്തു തന്നിട്ടുണ്ട്. ഈ വീടിൻ്റെ ആദ്യം ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ട് പ്ലെയിൻ ആയിട്ട് ചാരുപടിയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് ഉള്ളൊരു രീതിയിലാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. സ്റ്റെപ്പുകളിൽ വേണമെങ്കിൽ കുറച്ച് നീളമുള്ള സ്റ്റെപ്പുകളാണ്. ഇരുന്ന് സംസാരിക്കാനൊക്കെ വൈകുന്നേരങ്ങളിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിനെ തുടർന്ന് ഫോർമൽ ലിവിങ്ങിലേക്കാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ രീതിയിൽ തന്നെ അവിടെ ഇൻറ്റീരിയർ പ്ലാൻസ് ഒക്കെ സെറ്റ് ചെയ്ത് ഭംഗിയുള്ള കർട്ടൻസ് ഒക്കെ ഇട്ട് കുറച്ചുകൂടി നല്ല രീതിയിലൊരു വാൾ ഡെക്കോറൊക്കെ കൊടുത്ത് ഫോർമൽ ലിവിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അടുത്തതായിട്ട് നമ്മൾ പൂജാ റൂമിലേക്കാണ് എൻട്രി ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ പ്രിഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഉമ്മറത്തെ വാതിൽ തുറന്നിട്ടാൽ തന്നെ കാണുന്ന രീതിയിൽ പൂജാ റൂമിലേക്കൊരു നോട്ടം വേണം, വിളക്കൊക്കെ കത്തിക്കുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ എൻട്രി ചെയ്യുന്നത് പൂജാമുറിയിലേക്കാണ്. പൂജാമുറി കുറേ അധികം ആലോചിച്ച് കുറേ ചർച്ചകൾക്ക് ശേഷം എല്ലാവരും ഒരുപാട് ചിന്തിച്ച അതിൻ്റെ ഓരോ ഭാഗങ്ങളും, അതിൻ്റെ റൂഫ് എങ്ങനെ വേണം, വാതിൽ എങ്ങനെ വേണം, അങ്ങനെയുള്ള കുറേ ആലോചനകൾക്ക് ശേഷമാണ് പൂജാമുറി ഈ കാണുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുത്തത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു പാത്ത് വേ കൊടുത്തിട്ടുണ്ട്. ആ പാത്ത് വേയിൽ തന്നെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്ത് നമുക്ക് ആ ബേ വിൻഡോയിൽ ഇരുന്ന് വേണമെങ്കിൽ പുറത്തേക്ക് നോക്കുക. ബേ വിൻഡോയുടെ താഴെയായിട്ട് പുറത്തെ സൈഡിൽ ഒരു ചെറിയ വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലോണൊക്കെ ഇട്ടിട്ട് ഉള്ള ഗാർഡനാണ് അത്. നേരെ വരുന്നത് ഫാമിലി ലിവിങ്ങും നമ്മുടെ ഡൈനിങ് ചേർന്ന ഒരു ഏരിയയിലേക്കാണ്. ഫാമിലി ലിവിങ്ങിൽ നിന്ന് എൻട്രി ചെയ്യുന്നത് മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ്. മാസ്റ്റർ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും തമ്മിൽ ഒരു ചുമര് നമ്മൾ കൊടുത്തിട്ടില്ല. പിന്നെ ഓപ്പൺ കിച്ചൺ. ആ കിച്ചൺ ഇപ്പോഴത്തെ രീതിയിൽ അപ്ഡേഷൻസ് എല്ലാം ചെയ്ത് ഒരു പരിധി വരെ എല്ലാ അപ്ഡേഷൻസും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും നേരത്തെ പറഞ്ഞ പോലെ കുറേ അധികം ചർച്ചകളും പല സ്ഥലങ്ങളിലും ചെന്ന് കണ്ട് ഓരോ ഏരിയയും ഓരോ ടാൻഡം ബോക്സിലും ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ കുറേ അധികം ചർച്ചകൾ ചെയ്തതിന് ശേഷമാണ് കിച്ചൺ സെറ്റ് ചെയ്തത്. കിച്ചണിൽ നിന്ന് നേരെ വർക്ക് ഏരിയയിലേക്കാണ് എൻട്രി. വർക്ക് ഏരിയയിൽ പിന്നെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ അവിടെ വർക്ക് ഏരിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഡൈനിങ്ങിൽ നിന്നാണ്, ഫാമിലി ലിവിങ്ങിൽ നിന്നാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. ആ സ്റ്റെയർ അപ്സ്റ്റെയറിലേക്ക് കൊടുത്തിട്ടുള്ള സ്റ്റെയറൊക്കെ വുഡൻ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്സ്റ്റെയറിൻ്റെ കോണിപ്പടികൾ ഞങ്ങൾക്ക് മരം കൊണ്ട് തന്നെ വേണമെന്നൊരു നിർബന്ധം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അതുപോലെ തന്നെയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് നേരെ വരുന്നത് മുകളിലേക്കാണ്. മുകളിലും ഇതേപോലെ 2 സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഈ വർക്കിൽ എടുത്തു പറയേണ്ട 1-2 പേരുകൾ കൂടെ ഉണ്ട്. അത് ഒന്ന് ജംഷാദ് പറഞ്ഞ ഇതിൻ്റെ ടൈൽ വർക്ക് മൊത്തം ജംഷാദിൻ്റെ ഉത്തരവാദിത്തത്തിലായിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ആ ടൈൽ വർക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളെല്ലാവരും സ്നേഹത്തോടെ മുത്ത് എന്ന് വിളിക്കുന്ന ബിജേഷ്, അവനാണ് ഇതിലെ ഡ്രസ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തത്. അതും വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടെ ഒരു അഖിൽ സദാസമയവും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും അഖിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഇനി ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയുന്നില്ല. എന്നിരുന്നാലും നല്ല രീതിയിൽ ബിബിൻ്റെ ഒരു ടീം വർക്ക് ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ബിബിൻ എന്നൊരു വ്യക്തിയെ നമ്മൾ കണ്ടുമുട്ടിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നീഹാരം, അതാണ് ഞങ്ങളുടെ ഈ വീടിൻ്റെ പേര്. നീഹാരം എന്ന ഈ സ്വപ്നം, ഞങ്ങളുടെ ഈ
സ്വപ്നം ഇത്ര മനോഹരമാവും എന്ന് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല. എന്തായാലും അതിന് ബിബിനോട് ഞങ്ങളെന്നും കടപ്പെട്ടിരിക്കുന്നവരായിരിക്കും.